The first test on Indian democracy became a great success in 1952. അപ്പോൾ 1952 ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആ ഒരു പരീക്ഷണം വളരെ വലിയൊരു സക്സസ് ആയി എന്ന് കാണാൻ കഴിയും. അതിനുശേഷം ഫ്രം 1947 to 1977 we have seen a one party dominance in India. ഇന്ത്യയിൽ ഒരു ഏകകക്ഷി മേധാവിത്വം കടന്നു വരുന്നതായിട്ട് കാണാം. And for about 30 years കോൺഗ്രസ് became the major political party who ruled over India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാലം ഭരിച്ച ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറുന്നതായിട്ട് കാണാൻ കഴിയും. ബട്ട് അൺലൈക്ക് ഇൻ അതർ കൺട്രീസ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ത്യയിലെ വൺ പാർട്ടി ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ഓട്ടോക്രസി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുമ്പോൾ അത് ഒരു സ്വേച്ഛാധിപത്യമോ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെയോ മുസോളിനിയോ പോലത്തെ ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയുള്ള ഒരു ഗവൺമെന്റ് അല്ലായിരുന്നു എന്നുള്ളത് കാണാം. കാരണം കോൺഗ്രസ് കെയിം ടു പവർ ത്രൂ പീസ്ഫുൾ മീൻസ്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത് ഒരു വളരെ സമാധാനപരമായ മാർഗത്തിലൂടെയാണ്, ത്രൂ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസിലൂടെ ജനാധിപത്യമായ മാർഗങ്ങളിലൂടെ തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിലേറിയത് എന്ന് കാണാം. ആൻഡ് ദർ ആർ സോ മെനി റീസൺസ് ബിഹൈൻഡ് ദ സക്സസ് ഓഫ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ആ സക്സസ് അഥവാ വിജയത്തിന്റെ പിറകിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി നാഷണൽ ക്യാരക്ടർ ഓഫ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രശസ്തിയാണ് കോൺഗ്രസിനെ വിജയത്തിൽ എത്തിച്ചത് എന്ന് കാണാം. കാരണം ബിക്കോസ് കോൺഗ്രസ് ആക്റ്റീവ്ലി ടുക്ക് പാർട്ട് ഇൻ ദ നാഷണൽ മൂവ്മെന്റിൽ കോൺഗ്രസ് വളരെ കാര്യമായിട്ട് പങ്കാളിത്തം വഹിച്ചതായിട്ട് ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. And second one is the national character of Congress. Congress was in the nook and corner of India. ഇന്ത്യയുടെ ഏതൊരു മുക്കിലും മൂലയിലും പോയി നോക്കിക്കഴിഞ്ഞാലും കോൺഗ്രസ് എല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു പാർട്ടി ആയിരുന്നു എന്നുള്ളത് കാണാം. And the third one is the able leadership of Congress. In Congress we know that there are so many charismatic leaders. കോൺഗ്രസിനകത്ത് ധാരാളം നല്ല നേതാക്കന്മാരുണ്ടായിരുന്നതായിട്ട് കാണാം. നമുക്കറിയാം നെഹ്റു, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല ലീഡർമാര് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നതായിട്ട് കാണാം. ബിക്കോസ് ഓഫ് ഓൾ ദീസ് കോൺഗ്രസ് ബിക്കെയിം എ മേജർ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറുകയും 30ഓളം വർഷം ഇന്ത്യയില് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഭരിക്കാൻ കഴിയുകയും ചെയ്തു എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഈ സക്സസിന്റെ പിറകിലുണ്ടായിരുന്ന മറ്റൊരു 2 കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി ടോളറന്റ് പോളിസി ഓഫ് കോൺഗ്രസ് ആൻഡ് ഇറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഫാക്ഷൻസ്. അതായത് കോൺഗ്രസിന്റെ പിറകിലുണ്ടായിരുന്ന ഈ കോൺഗ്രസിന്റെ വിജയത്തിന്റെ പിറകിലുള്ള മറ്റൊരു കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അഡോപ്റ്റഡ് എ പോളിസി ഓഫ് ടോളറൻസ്. ഒരു സഹിഷ്ണുതാ നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്ന് കാണാം. ഇന്ത്യയിലെ പിൽക്കാലത്ത് വേറെ പല പാർട്ടികളും കടന്നു വന്നെങ്കിലും പിന്നീട് ആ പാർട്ടികളുടെ എല്ലാത്തിന്റെയും ആ ചില നല്ല നയങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഷ്യലിസ്റ്റ് പോളിസി, അത് കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്തതായിട്ട് കാണാം. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് പിന്നീട് പല വിഭാഗീയ ടെൻഡൻസികളും കടന്നു വന്നു. നമുക്കറിയാം ഇപ്പൊ കോൺഗ്രസേഴ്സ് എന്നൊക്കെ പറഞ്ഞ പല പല വിഭാഗങ്ങൾ കടന്നു വന്നെങ്കിലും ഇൻ ദി ലോങ് റൺ പിൽക്കാലത്ത് അവയെ എല്ലാത്തിനെയും കോൺഗ്രസുമായിട്ട് കൂട്ടിച്ചേർക്കുന്ന അല്ലെങ്കിൽ ആ പാർട്ടികളുടെ പോളിസി എല്ലാം തങ്ങളുടെ പോളിസിയാക്കി മാറ്റുന്ന ഒരു നയം കോൺഗ്രസിന് ഉണ്ടായിരുന്നതായിട്ട് കാണാം. ഇവയെല്ലാം തന്നെ കോൺഗ്രസിന്റെ സക്സസിന് പിറകിൽ ഉണ്ടായിരുന്ന കാരണങ്ങളായിട്ട് മാറി എന്ന് കാണാം.